ചെയ്യരുതെന്ന് പറയാൻ വരികയായിരിക്കും. ആവാം, ആവില്ല. എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? ഒവ്വ, അങ്ങോട്ട് വന്നോളൂ. ഒവ്വ. വാടോ സാറേ, തമ്പുരാൻ വിളിച്ചിട്ടല്ലേ? അയ്യോ തമ്പുരാനോ, എന്നെ അങ്ങനെ വിളിക്കണ്ടാട്ടോ. ഞാൻ വെറൂര് നായരാ, ആനരാമൻ നായര്. എന്നെ അങ്ങനെ വിളിച്ചാൽ മതി കേട്ടോ. എങ്കിൽ ആന നായർ. നടന്നു നടന്നു. വാടോ സാറേ. പോന്നോളൂ, നേരെ കയറി പോന്നോളൂ. അയ്യോ, തീണ്ടാനാ ഞാനില്ലപ്പ. മുതലാളി വിലക്ക് വാങ്ങിയ കോവിലല്ലേ ഇത്? എന്നാലും പഴയ പേടിയേ. പണ്ട് ലതിലൂടെ പോകുമ്പോ ഇങ്ങാട്ടൊന്ന് നോക്കിയെങ്കിലായി. അന്നൊക്കെ ഇങ്ങാട്ടൊക്കെ നോക്കാൻ പോലും പേടിയാണേ. കൊള്ളാം, പേടിക്കാതിരിക്കാൻ ഒക്കുവോ? കാര്യം പേടിക്കാൻ കാര്യം. എന്റെ മുതലാളി, കാര്യം എന്താണെന്ന് മുതലാളി തന്നെ പറഞ്ഞാ മതി. എനിക്കറിയാൻ പാടില്ല. അറിയാൻ പാടില്ലെങ്കിൽ പിന്നെ ഇടക്ക് കയറി എന്നാത്തിനട ഒപ്പും. എടോ, പണ്ടേ ഈ നാടുവാണിരുന്ന തമ്പുരാക്കന്മാരുടെ കോവിലകാണിത് അറിയായ? അന്നൊരിക്ക എന്റെ അച്ഛനും അമ്മയും കൂടെ ഒന്നാം മരുന്നിന് പോയൊരു കഥയുണ്ട്. ആ കഥ താൻ കേട്ടിട്ടുണ്ടാടോ സാറേ? സ്റ്റൂളിങ്ങിട്ട് എടുക്കാം. ഇരുന്നണ്ട് കഥ പറയാനായിരിക്കും. അങ്ങനെ ഇപ്പൊ ഇരുത്താണ്ട. താൻ കേട്ടിട്ടുണ്ടാടോ സാറേ? ആ കഥയോ? ആ കഥ ഞാൻ കേട്ടിട്ടില്ല. മാറിയെന്നെ തന്നെ പിന്നെ എന്നാത്തിന് കൊള്ളാടോ പരമ. തമ്പുരാൻ കേട്ടിട്ടുണ്ടാ? അയ്യോ രാമൻ നായര്. എങ്കി ആന നായര് കഥ കേട്ടിട്ടുണ്ടാ? പറയാൻ സന്മനസ്സുണ്ടേച്ച കേൾക്കാൻ സന്തോഷമേ ഉള്ളൂ. ആഹാ, എങ്കി ഇപ്പൊ അങ്ങനെ സന്തോഷിക്കണ്ട. താനത് ഇങ്ങോട്ട് എടുത്തേടൂ. കഥ പറഞ്ഞിരിക്കാൻ ഉമ്മക്ക് എവിടാണ് നേരം? ഇങ്ങോട്ടെടുത്തേടൂ. ഇതാണാടോ ചോദിച്ചത്. എടോ പൊകല. പൊകല പൊകല. തമ്പ്രാന് അങ്ങോട്ട് പിടിച്ചേണ്ടേ. കൊണ്ടുപോയി വല്യമ്പ്രാട്ടിയുടെ കയ്യിൽ കൊടുത്തേര്. ഈ നാട്ടിൽ പുതുതായിട്ട് എന്നാങ്കിലും തുടങ്ങുന്നതിന് മുമ്പ് ഈ കോലാത്ത് വന്ന് പുകല വെച്ച് പറയണ ഒരു പതിവുണ്ടായിരുന്നു. ഞാനായിട്ടത് തെറ്റിക്കണില്ല. പുതുതായിട്ടിപ്പോ എന്താണാവോ തുടങ്ങാൻ പോണത്? ഞാൻ ഈ താലൂക്കടച്ചുള്ള കള്ളുച്ചാപ്പെല്ലാം കൂടെ പിടിച്ചിട്ടുണ്ടല്ല. എല്ലാ ഖാപ്പിലും ഒത്തിരി കള്ള് മിച്ചം വരും. അതെടുത്ത് ഭൂമിയിൽ ഒഴിച്ചാ പുഴുവെടുക്കും, വെള്ളത്തിൽ ഒഴിച്ച മീൻചാകും. എങ്കി വാറ്റി മനുഷ്യന് തന്നെ കൊടുത്തേക്കാം. അതൊരു സൽകൃത്യം തന്നെയല്ലേ രാമൻ നായരെ? ഒവ്വ. മുതലാളി ചാരായം വാറ്റണതിന് വല്യമ്പ്രാട്ടിക്ക് എന്തിനാണാവോ പുകല കൊടുക്കണത്? ഇവിടെ ഇട്ട് വാറ്റുമ്പോ ഇവിടെ ഉള്ളവര് കൂടി ഒന്ന് അറിഞ്ഞിരിക്കാണ്ടേ? ഇവിടെ ഇട്ടോ? ഈ കോലോത്തിട്ടോ? ഇല്ലെങ്കിൽ പിന്നെ ഈ പഴഞ്ചം ഭണ്ഡാരം ഞാൻ വിലക്ക് മേടിക്കുമെന്ന് താൻ കരുതണണ്ട. ആള് സാമതമില്ലാത്ത വീട്ടിലിട്ട് ചാരായം വാറ്റിയാലേ പുക വരുമ്പോ ആളന്മാരറിയും. ഇതിപ്പോ ഈ കോലാത്തൂന്നാകുമ്പോ തമ്പുരാട്ടിമാരുടെ പുകയാണെന്ന് കരുതിക്കൊള്ളും. ചാരായത്തിന്റെ പുകയാണെന്ന് അറിയേല. അപ്പൊ പറഞ്ഞ പോലെ പുകല കൊടുത്ത് വലിയ തമ്പുരാട്ടിയോട് പറഞ്ഞേക്ക്. നാട്ടു നടപ്പ് തെറ്റിക്കരുതല്ലോ. അത് ഞാൻ പറഞ്ഞത് പോരെ? എന്തോ ചോറുകൾ പലതരം: നെയ്ച്ചോറ്, പാൽച്ചോറ്, ചക്കരച്ചോറ്, വെറും ചോറ്, ഉണക്കച്ചോറ്. ഇതാണ് സാക്ഷാൽ കൊലച്ചോറ്. ആനക്കാരന്റെ ചോറ് ഇതിനേക്കാൾ എത്രയോ ഭേദാ. ഇങ്ങാട്ട് വാടോ സാറേ. ഇയാളെന്താ ചവൻ പോവാ? അറിഞ്ഞുവോ? എല്ലാം കേട്ടു. ചാരായം വാറ്റി തുടങ്ങിച്ചാ പിന്നെ ഇല്ല, ഇവിടെ ഇട്ട് ചാരായം മാറ്റാൻ ഞാൻ സമ്മതിക്കില്ല. വിലക്ക് വാങ്ങിയ സ്ഥല, അതുകൊണ്ട് കള്ളച്ചാരായം മാറ്റണമെന്നുണ്ടോ? എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കില്ല. വേണ്ട വേണ്ട, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മോഹൻ വീട്ടിൽ വഴക്ക് കൂടണ്ട. ലത ഇവിടെ മിണ്ടാ നിൽക്കൂ. വരട്ടെ രാമനാരെ. ഈ കോലോത്തുള്ളവർ ഇത്രയേറെ പാപം ചെയ്തവരാണോ എന്റെ ഭഗവതി? നീ പറഞ്ഞത് നേരാണോ കല്യാണി? ഇത് നുണ പറയാൻ കൊള്ളണ കാര്യമാണോ കൊച്ചമ്മേ? എങ്ങനെയൊക്കെ ആണേലും ഞാൻ മോഹനം കുഞ്ഞിനെ കുറ്റം പറയുകയല്ല കേട്ടാ. സ്നേഹിച്ചു പോകും. കൊച്ചമ്മയെ തമ്പ്രാട്ടി കൊച്ചിനെ കണ്ടിട്ടുണ്ടാ? കൊച്ചിലെ എങ്ങാണ്ട് വെച്ച് കണ്ടിട്ടുണ്ടെന്ന് തോന്നണം. ദേ ഇപ്പോഴൊന്ന് കണ്ടു നോക്ക്. അതൊരു തമ്പ്രാട്ടി കൊച്ചു തന്നെയാണ്. സ്നേഹിച്ചു പോകും. പിന്നൊരു കാര്യം, ഞാനാണിത് ഇവിടെ വന്ന് പറഞ്ഞതെന്ന് മോഹനം കുഞ്ഞിനോട് പറഞ്ഞേക്കരുത് കേട്ടാ. കോളേജ് പിള്ളേരാണ്. ചുണ്ണാമ്പം കൊണ്ട് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുകയില്ല. കഞ്ഞൂടി മുട്ടിപ്പോകും. ഇല്ല കല്യാണി, നിന്റെ പേര് ഞാൻ പറയുകയില്ല. അത് മതി.
നീ ഇങ്ങനൊരു കാര്യം അറിഞ്ഞിട്ട് എന്നോട് പറഞ്ഞാടി കല്യാണി എന്ന് നാളെ ഒരു ദിവസം കൊച്ചമ്മ എന്നോട് ചോദിച്ചാ എന്റെ മൊഴി മുട്ടിപ്പോ. അതുകൊണ്ട് പറഞ്ഞെന്നേ ഉള്ളൂ. ദേ ഒന്ന് ഗുണദോഷിച്ചേര്. കല്യാണി പോണേ.